Point. നമുക്കറിയാം 1970കളിലെ ക്രിക്കറ്റിൽ രാജാക്കന്മാർ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നുവെന്ന്. അക്കാലത്തെ അവരുടെ താരങ്ങൾ ഇന്നും ക്രിക്കറ്റ് ലോകത്തിൽ ആദരിക്കപ്പെടുന്ന താരങ്ങളാണ്. ക്ലൈവ് ലോയിഡ്, വിവിയൻ റിച്ചർഡ്സ്, ആൻഡി റോബർട്സ്, ആൽവിൻ കല്ലിച്ചരൻ, ഹോൾഡർ, ഹോൾഡിംഗ്, ഗോർഡൻ ഗ്രീനിച്ച് തുടങ്ങിയ കളിക്കാർ. ക്രിക്കറ്റിലെ അതികായന്മാരായിരുന്നു അവർ. ഒരാളെ മറന്നു, ലാൻസ് ഗിബ്സ് എന്ന സ്പിൻ ബൌളറെ. അദ്ദേഹവും അതികേമൻ തന്നെയായിരുന്നു. എന്നാൽ 1970കളിൽ അവർ പെട്ടെന്നങ്ങ് കേമന്മാരായതല്ല. സത്യത്തിൽ 60കളിൽ തന്നെ അവരുടെ ഉയർച്ച നടക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, 1970കളിൽ വെസ്റ്റ് ഇൻഡീസിന് എത്ര താരങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നോ ഏതാണ്ട് അത്ര താരങ്ങളെ തന്നെ അവർ 60കളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. 70കളുടെ മധ്യത്തിലാണ് ഏകദിന ലോകകപ്പ് ആരംഭിച്ചത്. 75ലും 79ലും വെസ്റ്റ് ഇൻഡീസ് ലോക ചാമ്പ്യന്മാർ തന്നെയായി. എന്നാൽ 1960കളിൽ ഏകദിന ലോകകപ്പ് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും വാർത്തകളിൽ 1960കളിലെ വെസ്റ്റ് ഇന്ത്യൻ കളിക്കാർ ഉണ്ടായിരുന്നില്ല. ലോക റെക്കോർഡുകൾ നിരവധി നേടിയ സർ ഗാരി സോബേഴ്സിനെ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. എന്നാൽ 70കളിലെ ഏറ്റവും മികച്ചവർക്ക് തുല്യരായി നിൽക്കാൻ കെൽപ്പുള്ള നിരവധി കളിക്കാർ 1970കളിൽ. എന്നാൽ 1970കളിലെ ഏറ്റവും മികച്ചവർക്ക് തുല്യരായി നിൽക്കാൻ കെൽപ്പുള്ള നിരവധി കളിക്കാർ 60കളിൽ കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രമുഖ താരമാണ് സർ ഫ്രാങ്ക് വോറൽ. 1924 ഓഗസ്റ്റ് 1-നാണ് ഫ്രാങ്ക് വോറൽ ജനിച്ചത്. വെസ്റ്റ് ഇൻഡീസിലെ ബർബേഡോസ് എന്ന സ്ഥലത്ത് അവിടുത്തെ ക്രിക്കറ്റ് ഗ്രൌണ്ടിന്റെ ഏതാണ്ട് അടുത്തായിരുന്നു ഫ്രാങ്ക് വോറലിന്റെ ജനനം. 1947-ൽ ഫ്രാങ്കിന്റെ ആദ്യത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരെ. ഈ മത്സര പരമ്പരയ്ക്ക് ശേഷം ഫ്രാങ്ക് വോറൽ ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കി. ഫ്രാങ്ക് വോറൽ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ധനശാസ്ത്രം പഠിക്കാൻ ചേരുകയും ചെയ്തു. കൂടാതെ ലങ്കാഷയർ കൌണ്ടി ടീമിനു വേണ്ടി കളിക്കാനും തുടങ്ങി. 1950-ൽ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് പരമ്പര നടന്നു. അതിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ട്രെൻബ്രിഡ്ജിൽ നടന്ന ടെസ്റ്റിൽ അദ്ദേഹം 261 റൺസ് എടുത്തു. 1951-ൽ വോറൽ വിസ്ഡൻ ക്രിക്കറ്റ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അക്കാലത്ത് CLR ജെയിംസ് എന്ന ബുദ്ധിജീവി നേതൃത്വം നൽകിയ ഒരു സമരം വെസ്റ്റ് ഇൻഡീസിൽ നടക്കുകയായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനെ നയിക്കാൻ ഇനി വെള്ളക്കാർ വേണ്ട, കറുത്ത വർഗ്ഗക്കാർ തന്നെ മതി എന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം. സമരം വിജയിച്ചു. അങ്ങനെ കറുത്ത വർഗ്ഗക്കാരനായ ഫ്രാങ്ക് വോറലിനെ അവർ വെസ്റ്റ് ഇൻഡീസിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ, കറുത്ത വർഗ്ഗക്കാരനായ തദ്ദേശീയനായ ക്യാപ്റ്റനായി അവരോധിച്ചു. 1960-61 കാലത്ത് ഫ്രാങ്ക് വോറലിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസ് ടീം ഓസ്ട്രേലിയ സന്ദർശിച്ചു. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ അന്ന് റിച്ചി ബെന്നോഡ് ആയിരുന്നു. ആവേശകരമായ ഒന്നാം ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ നടന്നു. മത്സരം തുല്യ സ്കോർ അഥവാ ടൈ എന്ന സമനില. രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് വിജയിച്ചു. മൂന്നാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം 222 റൺസിന്. അങ്ങനെ സ്കോർ 1-1. നാലാം ടെസ്റ്റിൽ വീണ്ടും സമനില. ഒടുവിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന അഞ്ചാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ 2 വിക്കറ്റിന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു. എതിരാളികളുടെ വരെ പ്രശംസ അന്ന് വെസ്റ്റ് ഇൻഡീസിന് ലഭിച്ചു. വെസ്റ്റ് ഇൻഡീസുകാരെ ഓസ്ട്രേലിയയിലെ തെരുവീഥികളിലൂടെ ആനയിച്ചു. വഴിനീളെ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് ആളുകൾ കടലാസു കഷ്ണങ്ങൾ പുഷ്പവൃഷ്ടി പോലെ വിതറി. ടിക്കർ ടേപ്പ് പരേഡ് എന്നാണ് ഈ ചടങ്ങിന് പേര്. 1962-ൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര നടന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ ചാർലി ഗ്രിഫിത്ത് എറിഞ്ഞ ഒരു പന്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ നരി കോൺട്രാക്ടറുടെ തലയിൽ തട്ടി. ഗുരുതരമായി പരിക്കേറ്റ കോൺട്രാക്ടർ മരണത്തിന്റെ തൊട്ടടുത്തെത്തി. ഒടുവിൽ ഫ്രാങ്ക് വോറൽ നടത്തിയ ഒരു രക്തദാനത്തിന്റെ ബലത്തിലാണ് കോൺട്രാക്ടർ രക്ഷപ്പെട്ടത്. 1963-ലെ ഇംഗ്ലണ്ട് പര്യടനത്തിലും വോറലിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ഇൻഡീസാണ് ജയിച്ചത്. ഈ പര്യടനത്തിന് ശേഷം വോറൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ആകെ 51 ടെസ്റ്റുകൾ മാത്രമേ വോറൽ കളിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് 49.48 എന്ന മികച്ച ബാറ്റിംഗ് ആവറേജിൽ അദ്ദേഹം 3860 റൺസ് എടുത്തു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 52.24 എന്ന ബാറ്റിംഗ് ആവറേജിൽ 15025 റൺസ് വേറെയും. കൂടാതെ ടെസ്റ്റിൽ 69 വിക്കറ്റുകളും അദ്ദേഹം എടുത്തിരുന്നു. 1967 മാർച്ച് 13-ന് അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 42 വയസ്സ്. Point.